കൂട്ടുകാരെ, നമ്മളിപ്പോൾ ഈ മൺകലം മൺചട്ടി, അതായത് നമ്മുടെ നാച്ചുറലായിട്ടുള്ള എന്താ പറയുന്നത്, നാച്ചുറലായിട്ടുള്ള ഇത് പറയും ചട്ടി കലം. അപ്പോൾ അതിൻ്റെ ഒരു പഴമയുടെ പുതുമയുടെ ഒരു കാഴ്ചയാണ് ഇന്നത്തെ നമ്മുടെ വ്ലോഗ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് കൊല്ലങ്കോട് പ്രശസ്തമായ ഒരു പ്രദേശമാണ് ഇവിടം കാലങ്ങളായി ഈ മൺപാത്രം വിൽക്കുന്നവരുടെ ഒരു സങ്കേതമാണ്. ഇവരിങ്ങനെ ഈ പാട്ടത്തിന് സ്ഥലമെടുക്കും, ഒരുമിച്ച് ചേർന്ന് പാട്ടത്തിന് സ്ഥലം എടുത്തിട്ടാണ് ഇവിടുത്തെ കച്ചവടം. എങ്ങനെയെന്ന് വെച്ചാൽ കുറേ ആൾക്കാരുണ്ടല്ലോ, 10-40 വർഷം കൊണ്ട് കച്ചവടം ചെയ്തു, അതും അതിലപ്പുറം കച്ചവടം ചെയ്തു, പാരമ്പര്യമായിട്ട് കച്ചവടം ചെയ്യുന്ന ഒരു വ്യവസായ ഒരു കുടിൽ വ്യവസായമാണ് ഈ നമ്മുടെ മൺപാത്ര വ്യവസായം. അപ്പോൾ ഇവർ ഈ സ്ഥലം ലീസിന് കിട്ടാതെ വരുമ്പോൾ ഇതുപോലത്തെ തുറന്ന മറ്റ് സ്ഥലങ്ങൾ അന്വേഷിച്ചിട്ട് അവിടെ ഗ്രൂപ്പായിട്ട് പോയിട്ട് അവർ ലീസിന് എടുത്തിട്ടാണ് ഈ പരിപാടി തുടങ്ങുന്നത്. അപ്പോൾ അവരുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വ്ലോഗ്. അപ്പോൾ നമ്മളിപ്പോൾ ഗ്രാത്തൂർ, തമിഴ്നാട് ഒരു ഇതാണ്, മൺചട്ടികളുടെ ലോകത്താണ്, മാർക്കറ്റിലാണ്. പല കാഴ്ചകളുണ്ട്. ഒരു തമിഴ്നാടിൻ്റെ നാട്ടുമ്പുറ കാഴ്ചയാണ്. അവിടെ ചട്ടിയൊക്കെ വെക്കാനെങ്കിൽ ആൾക്കാർ ഇപ്പോൾ നമുക്ക് ചോദിക്കാം എന്താണ് ഇവരുടെ പരിപാടി. ഈ കുറേ കാലം ഈ ചന്ത തുടങ്ങിയിട്ട് എത്ര കാലമാവും? ഇത് പണ്ടേ ഉണ്ടല്ലേ? ഈ സ്ഥലത്തിൻ്റെ പേര് തോന്നുന്നു കൊല്ലങ്കോട് അല്ലേ? കറക്റ്റ് കൊല്ലങ്കോടാണത്. ഇത് നിങ്ങൾ ഉണ്ടാക്കി കൊണ്ടുവരുമോ? ഉണ്ടാക്കിക്കൊണ്ട് വിലക്ക് എടുത്ത് രണ്ടും ചെയ്യൂല്ലേ? വർഷങ്ങളായി ഉള്ളതാണല്ലേ? കച്ചവടം എങ്ങനെ? കൊള്ളാം. വർഷം ഒരു 10-20 കൊല്ലാവോ? ഒരു മുന്നേ ഉണ്ടാ? നമ്മൾ ജനിക്കുമ്പോൾ മുന്നേ ഈ കടയുണ്ടല്ലേ ഇവിടെ, ഈ മാർക്കറ്റ് അല്ലേ? ഈ ചട്ടി മാറി വരും. ഓ, അങ്ങനെ വർഷങ്ങളായി ഉള്ളതല്ലേ? അപ്പോൾ ഈ ചുറ്റുവട്ടത്ത് ഇങ്ങനെ കറങ്ങി ഈ വർഷത്തേക്ക് ഇവിടെയാണല്ലേ? അപ്പോൾ ഈ ചുറ്റുവട്ടത്തുണ്ട് ഇവിടെ 4-5 കൊല്ലം കൊണ്ട് ഇതുപോലത്തെ സ്ഥലങ്ങൾ കണ്ടുപിടിക്കും അല്ലേ? നമുക്ക് ജീവിക്കണമല്ലോ. പിന്നെ ജീവിക്കട്ടെ. പല സൈസിലാണ് വില. ഓരോന്നിനും ഓരോ രീതിയിലുള്ള വില അല്ലേ? രണ്ട് വില പറയണേ അതിൻ്റെക്ക് ഏതെങ്കിലേക്ക്. ഇത് 150 രൂപ. 150 രൂപ അല്ലേ ഇത്? ചെറുതൊക്കെ 100 രൂപ അല്ലേ? ഈ മീൻ ചട്ടിയല്ലേ ഇതാ? ഇതോ? ഇതിന് തൈര്, ഇതെന്ത് ചട്ടിയാണ്? തൈരിനോ? പൊങ്കാല. ക്ഷേത്ര പൊങ്കാല. ഇന്ന് പൊങ്കാല ഉള്ളതുകൊണ്ട് കച്ചവടം നടക്കും അല്ലേ? ഈ ചെറുതാ? 50 രൂപ 40 രൂപ റേഞ്ചാണല്ലേ? ഓ, അപ്പോൾ കണ്ടോ പോലെ. മറ്റേ അടപ്പോ? ചെറുത് 40, വലുത് 60 രൂപ അല്ലേ? ഇത് 60 രൂപ അല്ലേ? അപ്പം കണ്ട പോലെ കുറയ്ക്കും. വില പേശും ആൾക്കാരല്ലേ? കൊടുത്തല്ലേ പറ്റൂ. അങ്ങനെയാണ്. അടുത്ത ആളെ പിടിക്കട്ടെ. കുറേ കാലമായി ഇവിടെ കച്ചവടം തുടങ്ങിയിട്ട്. എത്ര കാലമായി? അമ്മ നടത്തണല്ലേ? ഈ കറുത്തത് കളർ ചെയ്യണേണ കരിച്ചെടുക്കണേണ? ഈ കറുത്ത വെളിയിൽ നിന്ന് ഇറക്കുമല്ലേ? അമ്മയാണ് ചെയ്യണേ അല്ലേ? വർഷം കുറേ ആയി. പൊങ്കാലായിട്ട് അമ്മ പോയി, അതിന് പകരം നിങ്ങൾ ഇരിക്കണല്ലേ? ഈ ഇതൊക്കെ എന്തുമല്ല ഈ അടുപ്പ്?
ഒറ്റ 350 രൂപ. ഒറ്റ 350 അല്ലേ? ഈ ഇരട്ടയാണെങ്കിൽ ഇരട്ടയാണെങ്കിൽ 400 രൂപ. 400 രൂപ. 450 രൂപ. ആ ഹാ ഹാ. എത്ര കാലമായി ഇവിടെ? ഇവിടെ ഇരുന്നിട്ട് 5-7 വർഷമായി. 5 വർഷമായി. വർഷങ്ങളായിട്ട് ഇതിൻ്റെ ജോലി. ഇത് ഇടയ്ക്കിടയ്ക്ക് സ്ഥലം മാറി മാറി വരും അല്ലേ? സ്ഥലം ഇവിടെ തന്നെ വാടക കൊടുത്തിരിക്കുന്നു. ഓ, വാടകയ്ക്ക് കൊടുത്ത്. കണ്ടം വരെ നമ്മൾ വാടക കൊടുത്തിരിക്കുന്നു. ഓ, ഇല്ലേ ഒരുമിച്ച് ചേർന്ന് വാടകയ്ക്ക് കൊടുക്കും. വാടകയ്ക്ക് എടുക്കണം അല്ലേ? ആ. എങ്ങനെ ജീവിതം പച്ച പിടിച്ചാ? അങ്ങനെ പോകണം. അങ്ങനെ പോണം. ശരി. അപ്പോൾ മൺപാത്ര വ്യവസായവും ഇവിടുത്തെ ആൾക്കാരെക്കുറിച്ചൊക്കെ മനസ്സിലായല്ലോ. വ്ളോഗൊന്നും ഇവിടെ അവസാനിക്കുന്നില്ല. മറ്റൊരു വ്ളോഗുമായി, പുതിയൊരു വ്ളോഗുമായി നമുക്ക് വേഗം കാണാം. അതിന് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഗുഡ് ലക്ക്.